ഹനുമാൻ ചാലീസയിലെ 12ാമത്തെ ദോഹ. രഘുപതി കീൻഹി ബഹുത്ത് ബടായി തുമ മമ പ്രിയ ഭരതഃ സമി ഭായി. ശ്രീരാമദേവൻ വളരെ സന്തുഷ്ടനായിട്ട് ഹനുമാനെ ആലിംഗനം ചെയ്ത് പറയാണ്, നീ എനിക്ക് എൻ്റെ സഹോദരൻ ഭരതനെ പോലെ പ്രിയപ്പെട്ടവനാണ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ലക്ഷ്മണനെ പോലെ അല്ലാതെ ഭരതനെ പോലെ എന്ന് എടുത്തു പറയാൻ കാരണം? ഭരതൻ എപ്പോഴും ലോകത്തെ സേവിക്കുന്നു, അതോടൊപ്പം തന്നെ ശ്രീരാമനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ആ തത്വമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളാണ്. ലക്ഷ്മണൻ ശ്രീരാമൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഭരതൻ മനസ്സുകൊണ്ട് ഭഗവാനോടൊപ്പമായിരുന്നു. അമ്മ പറയും, ഒരു ഉത്തമ ശിഷ്യൻ്റെ ഭാവമായിരുന്നു ഭരതൻ്റേത് എന്ന്. ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രതിനിധിയായിട്ട് കർത്തൃത്വഭാവം പൂർണ്ണമായി ത്യജിച്ചാണ് ഭരതൻ രാജ്യം ഭരിച്ചിരുന്നത്. അതായത് ശ്രീരാമദേവൻ തന്നെയാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്. രാമനെ തന്നെ ധ്യാനിച്ച് ഭരതൻ ശ്രീരാമനായി തീരുകയായിരുന്നു എന്നാണ്. ഭക്തനും ഭഗവാനും അഥവാ ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണിത്. ഗുരുവും ശിഷ്യനും കാഴ്ചയിൽ രണ്ടാണെങ്കിലും അവിടെ ഏകത്വമാണുള്ളത്. ശിഷ്യനിലെ അഹന്ത നീങ്ങുമ്പോൾ പിന്നെ അവിടെ രണ്ട് എന്ന് ഇല്ല എന്നാണ് അമ്മ പറയുക. അതായത് ശിഷ്യന് പൂർണ്ണ ശരണാഗതി വന്ന് കഴിയുമ്പോൾ രണ്ടുപേരും ഒന്നാവും. പിന്നെ ഗുരുവാണ് ആ ശിഷ്യനിലൂടെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് യമനിയമങ്ങളൊക്കെ പാലിച്ച് നിത്യവും സാധന അനുഷ്ഠിക്കണം എന്നൊക്കെ അമ്മ നിർബന്ധപൂർവ്വം പറയാറുണ്ട്. ഭരതൻ്റെ ഈ ഉത്തമ ഗുണങ്ങൾ ഹനുമാനിൽ വളരെ പ്രകടമായതുകൊണ്ടാണ് ഹനുമാൻ ഭരതനെ പോലെ തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ശ്രീരാമദേവൻ പറയുന്നത്. 13ാമത്തെ ദോഹ. സഹസബദന തും ഹരോ ജസ് ഗാവേം അസ് കഹി ശ്രീപതി കണ്ഠലഗാവേം. സഹസ്രവദനനായ അനന്തൻ അങ്ങയുടെ മഹിമ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമദേവൻ ഹനുമാനെ മാറോട് ചേർക്കുന്നത്. ഹനുമാൻ്റെ യശസ് എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ശ്രീരാമദേവൻ ഹനുമാനോടുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് ഹനുമാനെ ആലിംഗനം ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട്. അതിൽ ഏറ്റവും മനോഹരം, ദേവിയെ കണ്ട് സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വന്ന് ദേവി നൽകിയ ചൂടാമണി ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഞാനിതാ എൻ്റെ സർവസ്വഭൂതമായ പരിരംഭണം ഈ അവസരത്തിൽ നൽകുന്നു എന്ന് പറഞ്ഞ് ഹനുമാനെ ഗാഠമായി ആലിംഗനം ചെയ്യുന്നു. ഹനുമാൻ്റെ ആ നിഷ്കാമ സേവനത്തിന് പകരം തരാനായി എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ലല്ലോ എന്ന് നിസ്സഹായനായി പോയി ഭഗവാൻ പറയുന്ന ആ ഒരു വാക്ക് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉത്തമ ഭക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ